അവർ ഫുള്ള് പോരാട്ടം നടത്തിയപ്പോൾ ആദ്യം അവർ നോൺ വയലന്റ് മെത്തേഡിലായിരുന്നു പോരാട്ടം നടന്നത്. അതായത് അവർ തന്നെ കഴിക്കുന്ന ഭക്ഷണം അവിടുത്തെ കുപ്പകളൊക്കെ ക്ലീൻ ചെയ്തു. പോലീസുകാർ വളരെ ക്ലിയർ ആയിട്ട് പറയുകയും ചെയ്തു, നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളുടെ പ്രതിഷേധം അവിടെ നിന്ന് അറിയിക്കുക, പക്ഷെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അവർ വഴിയൊന്നും ഡിസ്റ്റർബ് ചെയ്തില്ല, വാഹനങ്ങളൊക്കെ ഡെയിലി പോകുമായിരുന്നു, അതിന്റെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്ത് പറ്റുന്ന വെച്ചാൽ ഓർഡിനൻസ് പാസ്സാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും അത് കൂട്ടാക്കാണ്ട് പിന്നെ ഇത് ലോ ആയിട്ട് കൺവേർട്ട് ആകും എന്ന് പറഞ്ഞു കഴിഞ്ഞ പോലും എന്നിട്ടും അത് കൂട്ടാക്കാതെ അത് വിശ്വസിക്കാതെ ആ ജനത വളഞ്ഞപ്പോൾ അപ്പോൾ ഈ തുടക്കത്തിൽ നേതൃത്വം നൽകിയ വിപ്പോപ്പ് ആദി, പിന്നെ രാഘവ ലോറൻസ്, പിന്നെ ആ ജല്ലിക്കെട്ട് പേരവൈ അവരെല്ലാവരും പിൻവാങ്ങാൻ തീരുമാനിച്ചു. അവർ ഇന്നലെ പ്രസ് കോൺഫറൻസിൽ പ്രത്യേകം പറയുകയുണ്ടായി, കാരണം തുടക്കത്തിൽ ഇത് ഞങ്ങളുടെ ഉദ്ദേശം എല്ലാം ജല്ലിക്കെട്ടിന് വേണ്ടിയാണെങ്കിലും പിന്നെ ഇതിൽ ഞങ്ങൾ കണ്ടുവരുന്നത് ഞങ്ങളുടെ കൺട്രോൾ വിട്ടു പോകുന്ന രീതിയിലായിരുന്നു. അതായത് ഇന്ത്യയിലെ യൂണിറ്റിയെ ബാധിക്കുന്ന വിധത്തിലുള്ള കുറേ ഇത് നടക്കുന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇപ്പോൾ സർക്കാർ പറഞ്ഞ ഓർഡിനൻസിൽ ഞങ്ങൾക്ക് വിശ്വാസമുള്ളത് കൊണ്ട് ഞങ്ങൾ ഈ പോരാട്ടത്തിൽ ഞങ്ങൾ പിന്മാറുകയാണ്, നിങ്ങളും പിന്മാറണം എന്ന് ഇന്നലെ അവർ പ്രസ് കോൺഫറൻസിൽ അറിയിക്കുകയുണ്ടായി. സോ അത് കഴിഞ്ഞപ്പോൾ ഇന്ന് രാവിലെയും ഇന്ന് അവർ പിന്മാറാൻ ആദ്യം പോലീസുകാർ അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിഷേധക്കാർ ആരും പിന്മാറാത്തത് കൊണ്ട് അവർ സംസാരിക്കാൻ ശ്രമിക്കൂ, അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. അങ്ങനെ തുടങ്ങിയതായിരുന്നു ഈ തള്ള്. തുടങ്ങിയിട്ട് പിന്നെ ടിയർ ഗ്യാസ് പ്രയോഗിക്കേണ്ടി വന്നു, ലാത്തി ചാർജ് നടത്തേണ്ടി വന്നു, മെറിന ബീച്ചിലും ഐസ് ഹൗസ് കത്തിക്കുകയുണ്ടായി. കാരണം ഇതിൽ ഇവർ ഈ ആദ്യത്തെ ഉണ്ടായിരുന്ന ഇവരുടെ പോരാട്ടം ജല്ലിക്കെട്ടിന് വേണ്ടി ആണെങ്കിലും പിന്നെ അത് കൺവേർട്ടായി തനി തമിഴ്നാട്, തമിഴീഴം എല്ലാം എന്തെല്ലാമോ ഇഷ്യൂ മാറിപ്പോയത് കൊണ്ടാണ് പോലീസിനും കൂടുതൽ ബലം പ്രയോഗിക്കേണ്ടി വന്നത്. ഫോർച്ചുനേറ്റ്ലി ഇത് ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാണ്ട് അവസാനിച്ചതിൽ വലിയ നേതൃത്വം. ആക്ച്വലി ഇതിനെ നമ്മൾ പന്നീർശെൽവത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് വേണ്ടത്. കാരണം ഇത്രയും വലിയ ലീഡർ കരുണാനിധി ഉണ്ടായിട്ടും UPA ഉണ്ടായിട്ടും ജയലളിത റൂളിംഗിലുണ്ടായിട്ടും ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവം ഇപ്പോൾ പന്നീർശെൽവം ചെയ്ത് കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു തമിഴ്നാടിന്റെ സ്വഭാവത്തിൽ, തമിഴ്നാടിന്റെ ചരിത്രത്തിൽ അത് അത്ര ചേർന്ന് പോകും എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. കാരണം ജയലളിതയ്ക്ക് ഒരിക്കലും അലങ്കാനല്ലൂരിൽ നിന്ന് അല്ലെങ്കിൽ ജല്ലിക്കെട്ടിന് എത്തിയ പ്രദേശത്ത് നിന്ന് തിരിച്ചു പോകേണ്ടി വരില്ലായിരുന്നു, പന്നീർശെൽവത്തിന് പോകേണ്ടി വന്നു. അത് ഓരോ കാലത്ത് ഓരോ തന്ത്രം ഓരോ ഭരണാധികാരികൾക്ക് പ്രയോഗിക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ടായിരിക്കും. ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാറിലേക്ക് ഒരിക്കൽ കൂടി. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, 6 പതിറ്റാണ്ടേ ആയിട്ടുള്ളൂ ഞങ്ങൾ ഇന്ത്യക്കാരായിട്ട്, 6000 വർഷമായി ഞങ്ങൾ തമിഴരായി നിലനിൽക്കുന്നു എന്ന മുദ്രാവാക്യം അടക്കം ഉയർന്ന ഒരു സമരമായിരുന്നു അത്. നേരത്തെ ശ്രീ വെങ്കടേഷ് പെരുമാൾ സൂചിപ്പിച്ചതുപോലെ പല വിധ്വംസക ശക്തികൾ എന്ന് തന്നെ പറയാവുന്ന ദേശീയതയുടെ സ്വഭാവത്തിൽ നമ്മൾ പരിശോധിച്ചാൽ വിധ്വംസക ശക്തികൾ എന്ന് പറയാവുന്ന സംഘടനകൾക്ക് പോലും ഇടപെടാനുള്ള പഴുതുണ്ടായ ഒരു പ്രക്ഷോഭം, ആ പ്രക്ഷോഭം മുന്നോട്ട് വച്ച മുദ്രാവാക്യം ഇവിടെ നിയമമായി വരുന്നു എന്ന ഒരവസ്ഥ എത്രത്തോളം ആശാസ്യമാണ്? ടോട്ടലി റെഡിക്കുലസ് ആണത്. അതൊരിക്കലും നമ്മുടെ ഫെഡറൽ സിറ്റുവേഷന് അല്ലെങ്കിൽ യൂണിറ്ററി കോസി ഇതായിട്ടുള്ള ഫെഡറൽ സിറ്റുവേഷന് നല്ലതല്ല, ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് നല്ലതല്ല. നമ്മളെന്നും കാണുന്ന ഒരു സിറ്റുവേഷൻ തമിഴ്നാട്ടിൽ പ്രത്യേകിച്ചും അവരുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്നും ഇതുപോലെ പബ്ലിക് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യും, വൈകാരികമായിട്ട് ഇമോഷണലായിട്ട് അവർ റെസ്പോണ്ട് ചെയ്യും. ഇപ്പോൾ രാജീവ് ഗാന്ധിയുടെ അസാസിനേഷൻ കേസിൽ അവരെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം സിറ്റുവേഷൻ വന്നു. എന്നിട്ട് അവരെ റിലീസ് ചെയ്യും എന്നുള്ള ഓർഡർ വന്നു. യൂണിയൻ ഗവൺമെൻറ് അത് ചലഞ്ച് ചെയ്തതിന് ശേഷം ഇപ്പോൾ അത് റെസ്ട്രെയിൻ ചെയ്ത് നിൽക്കുന്നു. കാവേരി ഇഷ്യൂവിൽ സെയിം തിങ് ഹാപ്പൻഡ്. അന്ന് ഹിന്ദി ലാംഗ്വേജിൻ്റെ ഇഷ്യൂസിൽ, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ്റെ ഇഷ്യൂസിൽ, പിന്നെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഇഷ്യൂസിൽ, ഈ ഓരോ സിറ്റുവേഷൻ ഇപ്പോൾ ലാസ്റ്റ് വന്ന് ജല്ലിക്കെട്ടിൽ അൾട്ടിമേറ്റ്ലി ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? ഈ ജല്ലിക്കെട്ട് എന്ന് പറയുന്നത് എന്ത് നേഷൻ ബിൽഡിംഗ് പ്രോസസ്സാണ് ഇവിടെ നടന്നിരിക്കുന്നത്? ഒരു നേഷൻ ബിൽഡിംഗ് പ്രോസസ്സും നടന്നിട്ടില്ല. നമ്മൾ ഫസ്റ്റ് കേരള 1947 ഇൻഡിപെൻഡൻസ് കിട്ടിക്കഴിഞ്ഞിട്ട് കേരള ഫസ്റ്റ് റൈസ് ചെയ്ത കൊച്ചിനാണ് റൈസ് ചെയ്തത് ഞങ്ങൾ യൂണിയനിലേക്ക് ചേരാൻ താല്പര്യമില്ല. അന്ന് CP രാമസ്വാമി ഹാഡ് എന്താ പറയുക, ഒരു അഗ്രിമെൻറ്റ് പോലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ വേറെ ആയിട്ട് നിൽക്കുക എന്നുള്ളത്. നമുക്ക് ട്രേഡ് കണ്ടമാനം ബെനിഫിറ്റ് ചെയ്യുമായിരുന്നു. എന്നിട്ടും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഇത് വന്നിട്ട് ഈ യൂണിയനിലേക്ക് ചേർത്ത് നമ്മൾ അൾട്ടിമേറ്റ്ലി യൂണിയനായി വന്നിട്ട് അതിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാം കിട്ടുന്നുണ്ട്. ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ 60 ഇയേഴ്സിൽ ഇത് പ്രൊമോട്ട് ചെയ്യാൻ പോലും പാടില്ല. ഒരു ഗവൺമെൻറ് ഇതിങ്ങനെ ഒരു സിറ്റുവേഷൻ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. മോബ് ഇൻ്റലിജൻസിലേക്ക് ഡിസ്കഷൻ ഡെലിബറേഷൻ ഇല്ലാതെ നിങ്ങൾ ലോ പാസ് ചെയ്യുമ്പോൾ ഇത് നേരത്തെ ചെയ്യാമായിരുന്നു, ഈ സിറ്റുവേഷൻ നേരത്തെ ചെയ്യാമായിരുന്നു. ഇനി നമ്മൾ കാണാൻ പോണ ഏറ്റവും വലിയ ട്രെൻഡ് സോഷ്യൽ മീഡിയാസ് വഴി ക്രിയേറ്റ് ചെയ്യുന്ന
ഡെമോൺസ്ട്രേഷൻസ് സോഷ്യൽ മീഡിയാസ് വഴി ബൊമ്പാർഡ് ചെയ്യുന്ന ഡെമോൺസ്ട്രേഷൻസ് നമ്മൾ കാണും, എന്നും അത് കാണും. ഇത് പല സിറ്റുവേഷൻസിൽ ഉണ്ടായിട്ടുണ്ട്, അതിനെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അഹമ്മദാബാദിൽ ഇതേപോലത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്നപ്പോഴത്തേക്കും ഫേസ്ബുക്ക് കർട്ടെയിൽ ചെയ്തു, അതുപോലെ തന്നെ SMS പോകുന്നത് കർട്ടെയിൽ ചെയ്തു. ഇതെല്ലാം ചിലപ്പോൾ ചെയ്യേണ്ടി വരും, ചില സിറ്റുവേഷൻസിൽ ചെയ്യേണ്ടി വരും. നമ്മളിപ്പോൾ ഫേസ്ബുക്കിൻ്റെ കേസസിൽ ചലഞ്ച് ചെയ്തപ്പോഴും സെക്ഷൻ 69 ഒരിക്കലും കോടതി പറഞ്ഞിട്ടില്ല, ഇറ്റ് ഈസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞിട്ടില്ല. അത് കൺട്രോൾ ചെയ്യാനുള്ള പവർ ഗവൺമെൻറ്റ്സിനുണ്ട്, അത് ചെയ്യേണ്ടി വരും. ഈ സോഷ്യൽ ഡെമോൺസ്ട്രേഷൻസ് പല ഐഡിയാസാണ്. ആ ഡെമോൺസ്ട്രേഷൻസ് പെട്ടെന്ന് വരുന്ന ഒരു സ്പെർജിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു പബ്ലിക് ഒപ്പീനിയൻ ആയിരിക്കും, അത് മെച്യൂർഡ് ഒപ്പീനിയൻ ആയിരിക്കണം എന്നില്ല. ഈ മെച്യൂർഡ് ഒപ്പീനിയൻ അല്ലാത്ത സിറ്റുവേഷനിലാണ് മെച്യൂർഡ് ഒപ്പീനിയൻ ജനറേറ്റ് ചെയ്യാത്ത ഒരു ആക്ട് ഇന്ന് പാസ്സാക്കേണ്ടി വന്നത്. ഈ ആക്ടിൻ്റെ സർവൈവൽ എന്തായാലും ക്വസ്റ്റ്യനിൽ വരും. എന്ത് നേഷൻ ബിൽഡിംഗ് പ്രോസസ്സാണ് ഇന്നത്തെ ഈ ഡെമോൺസ്ട്രേഷൻ വഴി നടന്നേക്കുന്നത്? ഐ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. ജല്ലിക്കെട്ട് നടത്തുക എന്നുള്ളതാണ് ഒരു നേഷണൽ ബിൽഡിംഗ് പ്രോസസ്സിന്റെ ഒരു ഭാഗമാണെന്നുള്ളത് അത്രയും ചിന്തിക്കാനുള്ള എനിക്ക് പക്ഷെ മറ്റൊരു തരത്തിൽ കൂടി ആലോചിക്കുന്നു. കാരണം ഇതൊരു ജനാധിപത്യത്തിൽ ഇതെല്ലാം സാധ്യമാണ് എന്ന, അതല്ലെങ്കിൽ ഇത് കൂടിയാണ് ജനാധിപത്യം എന്ന തരത്തിൽ വിലയിരുത്തുന്നവരുമുണ്ട്. ആ നിലയ്ക്ക് ഈ വിഷയത്തെ കാണുന്നവരുണ്ട്. മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സമരത്തോട് ചേർന്ന് നിന്ന പോസിറ്റീവായ ചില മുദ്രാവാക്യങ്ങൾ എന്ന നിലയ്ക്ക് ചില ബുദ്ധിജീവികൾ ചൂണ്ടിക്കാട്ടുന്ന ചില കാര്യങ്ങൾ, ഈ താമ്രപർണിയിലെ വെള്ളം വറ്റിപ്പോകുന്നത് െതിരെ അതിൻ്റെ വെള്ളം ചൂഷണം ചെയ്യുന്നതിനെതിരെയുള്ള സമരം കൂടിയാണിത്. അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ, നോട്ട് നിരോധനം, ഇങ്ങനെ പല പ്രശ്നങ്ങളാണ് ജനങ്ങളെ ഈ ഒരു തലത്തിലേക്ക് എത്തിച്ചത് എന്നൊക്കെയുള്ള വിലയിരുത്തലിന് എത്രത്തോളം പ്രസക്തിയുണ്ട്? അത് നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇത് ഈ ഒരു സ്പ്ലർജിൽ നിന്ന്, ഒരു ഇനീഷ്യൽ മൊമെൻറ്റത്തിൽ നിന്ന് വരുന്ന ഓരോ ഡെമോൺസ്ട്രേഷൻസ് ആണ്. അത് മെച്യൂർഡ് അല്ല എന്നുള്ളതെന്ന് വേണം മനസ്സിലാക്കാൻ. പബ്ലിക് ഒപ്പീനിയൻ ജനറേറ്റ് ചെയ്യുമ്പോൾ എന്നും അതൊരു പ്രോസസ്സിൽ കൂടെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് വരണം. അങ്ങനെ പ്രോസസ്സിൽ കൂടെ കംപ്ലീറ്റ് ചെയ്ത് വന്നാൽ അത് ലെജിസ്ലേഷനിലേക്ക് വരുമ്പോൾ മാത്രമാണ് മെച്യൂർ ഡെമോക്രസിയിലേക്ക് എത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്ത് തന്നെ പറ്റുള്ളൂ. ഇന്നത്തെ ഒരു ലോ പാസ്സാക്കി, എന്ത് ഡെലിബറേഷൻ നടന്നിട്ടുണ്ട് ലോ പാസ്സാക്കിയപ്പോൾ? ഒരു സാധനം വന്നു, കൈയടിച്ച് പാസ്സാക്കി. ഈ ആര് ഡിസ്കഷൻ, ബില്ല് മൂവ് ചെയ്തു, ആര് ഡിസ്കഷൻ കൊണ്ടുവന്നു? ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസസ് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? എന്തിന് 2014 ജഡ്ജ്മെന്റിൽ എന്താ പറഞ്ഞേക്കണെന്നുള്ള ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അതിന് അസെന്റ് കൊണ്ടുവരണം. അതാണ് ഒരു പ്രശ്നം. കാരണം ഇത് സാധാരണ ഒരവസ്ഥ എന്തായിരിക്കുമെന്ന് നിരീക്ഷിച്ചാൽ ഇതൊക്കെ പയ്യെ നിന്നു പോകാൻ സാധ്യതയുള്ള പരിപാടികളാണ് ഈ ജല്ലിക്കെട്ട് അടക്കമുള്ളവർ. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ടില്ലറിൻ്റെയും ട്രാക്ടറിൻ്റെയും എല്ലാം വരവോടെ ഈ കാർഷിക സംസ്കാരത്തിന് മാറ്റം വന്നിട്ടുണ്ട്, അതിൻ്റെ സ്വഭാവം മാറിയിരിക്കുന്നു. അതിനനുസരിച്ച് ഇത് പയ്യെ നിന്നു പോകേണ്ടത് കൂടിയായിരുന്നു. പക്ഷേ ഇതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമായി സംരക്ഷിക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നെങ്കിൽ അതിന് നിയമപരമായി പോരാടാമായിരുന്നു. ഇത്രയും വലിയ ഒരു ഈ നിലയ്ക്ക് വളരെ പെട്ടെന്നൊരു ജനക്കൂട്ടത്തിൻ്റെ ഒരു നിലപാട് നിയമമായി വരുന്നത് പക്ഷേ ഒരു ഫെഡറൽ സംവിധാനത്തിൽ എത്രത്തോളം നല്ലതാണ് എന്നതാണ്. ഞാനിപ്പോൾ ഈ പറയുന്ന ഈ ഫെഡറൽ സംവിധാനം ഈ വലിയ വാചകങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ ഈ ഇന്ത്യയിലെ സ്റ്റേറ്റുകളിൽ ഏറ്റവും കൂടുതൽ ഇമോഷണലായിട്ട് അവൻ്റെ ആ പ്രാദേശിക മനോഭാവം ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുന്ന ജനത ഒന്ന് തമിഴ്നാട്, ഒന്ന് സിഖുകാർ. ആ സിഖുകാരനും ഇതേ സെയിം അല്ല, വഴങ്ങിക്കൊടുക്കാതെ ഇരിക്കണമായിരുന്നെങ്കിൽ ഇവർ നേരത്തെ സ്റ്റെപ്പ് എടുക്കണമായിരുന്നു. സർക്കാർ, കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഇതെങ്ങനെയാണ് ഇത് കർട്ടൈൽ ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോൾ ജയലളിതയായിരുന്നു. കാരണം കഴിഞ്ഞ വർഷം ഇതേ ഇഷ്യൂ വന്നു. ഈ പൊങ്കലിന് മുമ്പേ ഈ തടസ്സം വന്നു, അതിനെതിരെ പ്രൊഹിബിഷൻ വന്നു, ജല്ലിക്കെട്ട് നടത്തിക്കൂടാന്ന് പറഞ്ഞപ്പോൾ ഈ സ്റ്റെയർ അവിടെ തമിഴ്നാട്ടിൽ കഴിഞ്ഞ വർഷം വന്നപ്പോൾ എന്തുകൊണ്ട് ഇതുപോലെ ഉണ്ടായില്ല? ഇത് മുൻകൂട്ടി കാണാനോ അല്ലെങ്കിൽ കണ്ടാൽ അതിനെ എതിർക്കാനോ ഉള്ള കഴിവ്, കപ്പാസിറ്റി അവർക്കുണ്ടായിരുന്നു. ഈ പ്രാദേശിക ഇദ്ദേഹം പറഞ്ഞ പോലെ എന്ത് ബെനിഫിറ്റാന്നൊക്കെ പറയുന്നില്ലേ, ഈ ബെനിഫിറ്റ് വേറെ, ജനങ്ങളുടെ മാനസിക വികാരം വേറെ. നമ്മളിപ്പോൾ ഒരു കാര്യം എത്രയോ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ട് ഇത് എല്ലാ കാര്യങ്ങളും നാഷണൽ ബെനിഫിറ്റിന് വേണ്ടിയാണോ പല കാര്യങ്ങൾ ചെയ്യുന്നത്? അല്ല. ജനങ്ങൾ ജീവിക്കുന്ന ജനങ്ങൾക്ക് അവരുടേതായ വികാരങ്ങൾ, അവരുടേതായ സന്തോഷങ്ങൾ പ്രകടിപ്പിക്കുന്നത് നിയമനിർമ്മാണമാണ്. കാരണം ആ നിയമം കൊണ്ട് അത് എതിർക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഈ പെറ്റ പോലുള്ളൊരു സംഘടനയ്ക്ക് അവർക്ക് വേണ്ടി ഇത് നിരോധിക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ എല്ലാ വശങ്ങളും ശരിക്കും പഠിക്കണമായിരുന്നു, പഠിച്ചില്ല.